ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന സർക്കാരുകൾ എല്ലാ കാലത്തും ഈഴവ സമുദായത്തെ അവഗണിക്കുന്ന നിലപാടാണ് തുടരുന്നത് എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈ അസമത്വം ചൂണ്ടിക്കാട്ടുമ്പോഴൊക്കെ വർഗീയവാദി എന്ന് മുദ്രകുത്തി തന്നെ ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മതപ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകൾക്ക് വരെ പെൻഷൻ നൽകുന്ന നാട്ടിൽ ഈഴവരുടെ വോട്ടിന് വിലയില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അണക്കരയിൽ SNDP യോഗം മലനാട് യൂണിയൻ സംഘടിപ്പിച്ച ഏകദിന നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമുക്കൊന്ന് തരാതിരിക്കുമ്പോൾ അത് വിവേചനമല്ലേ എന്ന് പറഞ്ഞാൽ ജാതി പറഞ്ഞാണ്. സിസ്റ്റേഴ്സിന് 1000 രൂപ 3000 രൂപ അവർക്ക് പെൻഷൻ, പ്രായമായി മതപ്രവർത്തനത്തിന് പോകാൻ അവർക്ക് സമയമില്ല, ആരോഗ്യം. ഇനി ഒരു ഭാഗം നേടിക്കൊണ്ട് കൊടുക്കുന്നതാണ്. ഇത് തന്നെ ക്രിസ്ത്യൻ സമുദായമാണെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ട് ക്രിസ്ത്യൻ സമുദായം അത് മതപ്രവർത്തനത്തിലും മതപണ്ഡിതന്മാർക്ക് മതം പഠിപ്പിക്കുവാനുമായി ഈ കേരളത്തിലെ ക്രിസ്ത്യൻ മാത്രം സമ്മതം കൊണ്ടുവന്നിട്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, അറിയിക്കല് പറയില്ല. ഇതൊന്നും പറയാൻ ദേശീയ മണ്ണിൽ നമുക്ക് ജീവിക്കും. ശ്രീനാരായണ ധർമ്മത്തിൽ അടിയുറച്ച ഒരു ജീവിത ശൈലി വളർത്തുന്നതിനും ലോകം ഇന്ന് നേരിടുന്ന വിവിധ തരത്തിലുള്ള ഭീഷണികളെ നേരിടുന്നതിന് യുവതലമുറയെ സജ്ജമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് SNDP യോഗം മലനാട് യൂണിയൻ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുമാരി സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സാരഥീയം എന്ന പേരിൽ ഏകദിന നേതൃത്വ പഠന വിനോദ സദസ്സ് സംഘടിപ്പിച്ചത്. അണക്കര SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷത വഹിച്ചു. പത്മ പുരസ്കാരം നേടിയ വെള്ളാപ്പള്ളി നടേശന് ചടങ്ങിൽ ഏലക്കാമാലയും കിരീടവും അണിയിച്ച് വിവിധ ഘടകങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. SN ട്രസ്റ്റ് അംഗം പ്രീതി നടേശൻ, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സന്ദീപ് പച്ചയിൽ, വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി സംഗീത വിശ്വനാഥൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ, സെക്രട്ടറി വിനോദ് ഉത്തമൻ, യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് PR മുരളീധരൻ, യോഗം ഡയറക്ടർ ഷാജി പുള്ളൂരിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ മുതൽ ആരംഭിച്ച ക്യാമ്പിൽ ലഹരിക്കും മറ്റ് സാമൂഹിക വിപത്തുകൾക്കുമെതിരെ പോരാടാനാവശ്യമായ പരിശീലന ക്ലാസ്, സാമ്പത്തിക മാനേജ്മെന്റ്, തൊഴിൽ സംരംഭകത്വം തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധന ക്ലാസുകൾ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടന്നു. വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് CK വത്സ, സെക്രട്ടറി ലത സുരേഷ്, വൈസ് പ്രസിഡന്റ് ജയമോൾ സുഗു, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സുധീഷ് വിജയൻ, വൈസ് പ്രസിഡന്റ് വിഷ്ണു കാവനാൽ, സെക്രട്ടറി അരുൺ നെടുമ്പള്ളിൽ, കുമാരി സംഘം പ്രസിഡന്റ് KB രേഷ്മ, സെക്രട്ടറി അഞ്ജലി ഷാജി, സൈബർ സേന കൺവീനർ ആശ്വിൻ തോപ്പിപ്പാള തുടങ്ങിയവർ ക്യാമ്പിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വിവിധ ശാഖായോഗങ്ങളിൽ നിന്നെത്തിയ 800-ലധികം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, അണക്കര. മധ്യവേനൽ അവധി ആഘോഷങ്ങൾക്കായി മാങ്കുളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് 33 വെള്ളച്ചാട്ടം. മതിവരുവോളം തണുത്ത വെള്ളത്തിലുള്ള നീരാട്ടിനായാണ് സഞ്ചാരികൾ കൂടുതലായി 33 വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. എത്ര കടുത്ത വേനലിലും 33 വെള്ളച്ചാട്ടം അങ്ങനെ പൂർണ്ണമായി വറ്റാറില്ല. വനത്തിലൂടെ ഒഴുകിയെത്തി പാറക്കെട്ടുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന 33 വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ചിത്രങ്ങൾ പകർത്താനും മധ്യവേനലവധി ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ചിത്രങ്ങൾ പകർത്താനും സൗകര്യമുണ്ടെന്നതാണ് ഈ ജലപാതത്തിൻ്റെ പ്രത്യേകത. കാട്ടുചോലയായി തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിന് നട്ടുച്ച നേരത്തും കോരിത്തെരിക്കുന്ന തണുപ്പുണ്ട്. கிளைமேட் வந்து சூப்பராக இருக்குது. இப்படி ஒரு பிளேஸை வந்து இன்றைக்கி தான் பார்க்குறோம். நாங்கள் வந்து ஒரு நாள் மூணார் வருவோம், மூணாரோட போயிடுவோம். இது இன்றைக்கி வந்ததுக்கு ரொம்ப பிடிச்சிருக்கு. நான் அடிக்கடி வரணும்னு தோணுது. വേനൽ എത്ര കടുത്താലും 33 വെള്ളച്ചാട്ടം ഒഴുകിക്കൊണ്ടേയിരിക്കും. ആനക്കുളത്ത് കാട്ടാനകളെ കാണാനെത്തുന്ന സഞ്ചാരികൾ 33 വെള്ളച്ചാട്ടവും കണ്ട് മടങ്ങാറാണ് പതിവ്. ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി മാങ്കുളത്തു നിന്നും ആനക്കുളത്തു നിന്നുമെല്ലാം വെള്ളച്ചാട്ടത്തിലേക്ക് ജീപ്പിലുള്ള യാത്രയ്ക്കും സൗകര്യമുണ്ട്. ഗ്രാമീണതയുടെ ഭംഗിക്കും വനത്തിൻ്റെ പച്ചപ്പിനുമിടയിൽ 33 വെള്ളച്ചാട്ടം തീർക്കുന്ന മനോഹാരിത സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.